CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം കല്ലൂർമയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചങ്ങരംകുളം കാഞ്ഞിയൂർ സ്വദേശി കിഴക്കൂട്ട് വളപ്പിൽ സമദിന്റെ മകൻ 24 വയസ്സുള്ള റമീസാണ് മരിച്ചത്. കൂടെ സഞ്ചരിച്ച ഐനിച്ചോട് സ്വദേശി ബക്കറിന്റെ മകൻ അൻഷാദ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെറനെല്ലൂർ പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപം ടാങ്കർ ലോറിയും ഗുഡ്സ് പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പിക്കപ്പ് ഡ്രൈവർ ചാലക്കുടി മോതിരക്കണ്ണി സ്വദേശി ഇരിങ്ങാമ്പള്ളി വീട്ടിൽ 30 വയസ്സുള്ള വിഷ്ണുവിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 25-ന് വൈകിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ഭൗതിക സാഹചര്യം വർദ്ധിപ്പിച്ചതിനാൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കാനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് AC മൊയ്തീൻ MLA അറിയിച്ചു. ഭക്തിയുടെ എന്നതുപോലെ സംഗീതത്തിന്റെയും കലകളുടെയും ഇടങ്ങളാണ് ക്ഷേത്രങ്ങളെന്ന് NK അക്ബർ MLA പറഞ്ഞു. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചു നടത്തുന്ന സംഗീതോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീതാർച്ചന ആരംഭിച്ചു. നടരാജ മണ്ഡപത്തിൽ ആരംഭിച്ച സംഗീതാർച്ചനയിൽ 600ഓളം പേരാണ് പങ്കെടുക്കുന്നത്. കടപ്പുറം പഞ്ചായത്ത് 4-ാം വാർഡ് ബ്ലാങ്ങാട് കായൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുമായി സഹകരിച്ച് കൈകോർക്കാം എന്ന പേരിൽ പ്രാദേശിക തൊഴിൽ മേള നടത്തി. DYFI മറ്റം മേഖലാ സമ്മേളനം നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പുഷ്പൻ നഗറിൽ ജില്ലാ കമ്മിറ്റി അംഗം R വിഷ്ണു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. കേച്ചേരിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ നിന്ന് മലയാലപ്പുഴയിലേക്ക് KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് തുടങ്ങി. NK അക്ബർ MLA സർവീസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഡിപ്പോയിലേക്ക് അനുവദിച്ച പുതിയ ബസ്സും MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ കീഴിലുള്ള പരുമല തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ വെള്ളിത്തിരുത്തി മാർ ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാഘോഷം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷത്തെ കേരളോത്സവം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി നിർവഹിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനത്തിന്റെ ഭാഗമായി തിരുവസന്തം 1500 എന്ന പേരിൽ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ കുന്നംകുളം റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. സർക്കാർ വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ തനിമ എന്ന പേരിൽ ആരംഭിച്ച മലയാള സാഹിത്യ ക്ലബിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC നിർവഹിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ നാട്ടുവിശേഷം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച പ്രതിഭകളെ ആദരിക്കലും റസ്ലിംഗ് പ്രതിഭ വിഷ്ണുവിന് സാമ്പത്തിക സഹായ വിതരണവും നടത്തി. കടങ്ങോട് ഗവൺമെന്റ് LP സ്കൂൾ കായികമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ദീപശിഖ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ കലാസാഹിത്യവേദിയുടെ 2025 വർഷത്തെ ഗുരുപൂജ പുരസ്കാരത്തിന് വെള്ളാർക്കാട് വിവേകസാഗരം UP സ്കൂളിലെ റിട്ടയേർഡ് പ്രധാനാധ്യാപിക PR വിജയശ്രീ അർഹയായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, YouTube എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.